മൽക്കിസദേക്ക് യഥാർത്ഥത്തിൽ ആരാണ്? അയാൾ എവിടെ നിന്നുമാണ് വന്നിരിക്കുന്നത്? പെട്ടെന്ന് അപ്പവും വീഞ്ഞുമായി കടന്നു വന്ന് അബ്രാമിനെ അനുഗ്രഹിച്ചിട്ട് അവൻ തിരുവചനത്തിൻ്റെ താളുകളിൽ നിന്നും അപ്രത്യക്ഷനാകുന്നു. ബൈബിളിലെ നിഗൂഢമായ വ്യക്തികളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദൈവത്തോട് കൂടെയുള്ള സഹവാസമാണ് ദൈവ മനുഷ്യരുടെ സ്വഭാവ വൈശിഷ്ട്യതയുടെ കാരണം. ലോത്തിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചയിൽ തൻ്റെ സുരക്ഷയെപ്പോലും ഗണ്യമാക്കാതെ അവനെ സഹായിക്കുവാനുള്ള അബ്രാമിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ലഭ്യമായതാണ്. നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കുവാനുമാണ് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ആദ്യത്തേത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. യുദ്ധത്തിനൊടുവിൽ അബ്രഹാം ലോത്തിനെ വിടുവിക്കുന്നതായി നാം കാണും. അതുപോലെ ബൈബിളിലെ ആദ്യത്തെ പുരോഹിതൻ്റെ പ്രത്യക്ഷതയും 14-ാം അധ്യായത്തിലാണ് കാണുന്നത്. ആ മഹാസമാഗമത്തിൽ അബ്രഹാം ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കീസദേക്കിനാൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ് 14-ാം അധ്യായം. കാരണം ഇതിൽ ആദ്യത്തെ യുദ്ധവും ആദ്യത്തെ പുരോഹിതനെയും നമ്മൾ കാണും. നാം കണ്ടുവരുന്ന സംഭവ പരമ്പരയോട് യോജിക്കാത്തതായി തോന്നുന്ന ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. അതായത് ഈ അധ്യായം ഞാൻ വിട്ടുകളഞ്ഞാലും നാം തുടർന്നു വന്നാൽ തുടർച്ച നഷ്ടപ്പെടുന്നതായി തോന്നില്ല എന്ന് ചുരുക്കം. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ അതിപ്രധാന അധ്യായങ്ങളിൽ ഒന്നാണ് ഈ 14-ാം അധ്യായം. പുതിയ നിയമത്തിൽ പല പ്രാവശ്യം ഈ അധ്യായത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത് ശീനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവായ ആര്യോക്ക്, ഏലാം രാജാവായ ഖെദോർ ലയാമേൻ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേറ, ഗോമോറ രാജാവായ ബിർഷ, ആത്മാ രാജാവായ ശിനാബ്, സബയീം രാജാവായ ശെമബേർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ആദ്യമേ പറയട്ടെ, ഇതൊരു ചരിത്രപ്രധാനമായ രേഖയാണ്. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ സോദോമിലെയും ഗോമോരയിലെയും രാജാക്കന്മാരെ തോൽപ്പിച്ചുവെന്ന് ആദ്യത്തെ 11 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കുറേ കാലം വിമർശകർ ഇതൊരു കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിന് കാരണമായി അവർ പറഞ്ഞത് മറ്റ് ചരിത്ര രേഖകളിലെങ്ങും ഈ പേരുകൾ കാണുന്നില്ല എന്നാണ്. എന്നാൽ ഒരു സത്യം നിങ്ങൾക്കറിയാമോ? ഈ രാജാക്കന്മാരുടെ പേരുകൾ പല ജ്ഞാപക സ്തംഭങ്ങളിന്മേലും തകിടുകളിന്മേലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവ കെട്ടുകഥകളല്ല എന്ന് ചുരുക്കം. അമ്രാഫേൽ എന്ന പേര് പല ചരിത്ര രേഖകളിലും ഹമുറാബി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബൈബിളിലെ ഈ രേഖ ഒരേ സമയം പ്രസക്തവും അത്ഭുതകരവുമാണ്. കാരണം ഇത് ചരിത്ര രേഖയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന യുദ്ധം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ആദ്യത്തെ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ആദ്യത്തെ യുദ്ധം ഇതാണെങ്കിലും ആദ്യമായി ഉണ്ടായ യുദ്ധം ഇതാണോ എന്നെനിക്കറിയില്ല. അങ്ങനൊരു ധാരണ നൽകുവാനല്ല ഇതിൻ്റെ എഴുത്തുകാരൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ കാരണം ലോത്താണ്. അബ്രഹാമിൻ്റെ അനന്തരവനുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന യുദ്ധം രേഖപ്പെടുത്തുവാനിടയായത്.
3, 4 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു. അവർ 12 സംവത്സരം കെദോർ ലയോരമിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. സോദോം ഗൊമോരയ്ക്കെതിരെ ഈ രാജാക്കന്മാർ തിരിഞ്ഞതിന് കാരണം ഈ പട്ടണങ്ങളുടെ എതിർത്ത് നിൽപ്പായിരുന്നു. ഈ രാജാക്കന്മാർ ഇതിനു മുമ്പും യുദ്ധം ചെയ്തിരുന്നു എന്ന് വ്യക്തമാണ്. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ താഴ്വരയിലെ ഈ പട്ടണങ്ങൾ തങ്ങളുടെ അധീനതയിൽ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കാലക്രമേണ ഈ പട്ടണങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ശേഷിയുള്ളവയായി തീർന്നു. സ്വാഭാവികമായും മേൽപ്പറഞ്ഞ രാജാക്കന്മാർ ആ പട്ടണങ്ങളോട് യുദ്ധത്തിന് കോപ്പുകൂട്ടി. എങ്ങനെയാണ് കിഴക്കിൻ്റെ രാജാക്കന്മാർ ചാവുകടലിൻ്റെ താഴ്വരയിൽ ഒന്നിച്ച് ചേർന്ന രാജാക്കന്മാരെ കീഴടക്കിയത് എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അതിനെ തുടർന്ന് അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. അബ്രഹാം ലോത്തുമായി ദേശം വിഭാഗിക്കുമ്പോൾ ലോത്ത് മനോഹരവും ഫലഭൂയിഷ്ടവുമായ പ്രദേശം തിരഞ്ഞെടുത്തത് നമ്മൾ കണ്ടതാണ്. അത് സോദോമായിരുന്നു. അങ്ങനെ സോദോമിൽ സന്തോഷത്തോടെ ജീവിച്ച് സമ്പത്ത് സമാഹരിക്കുമ്പോഴാണ് ഈ ആക്രമണം ലോത്തിന് നേരെ ഉണ്ടായത്. എതിരാളികൾ ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും അവനുള്ളതിനെയൊക്കെയും ബന്ദിയാക്കി കൊണ്ടുപോയി. ഈ യുദ്ധം പ്രസക്തമായിരിക്കുന്നതിൻ്റെ കാരണം ഇവിടെയുള്ള ഈ രേഖകൾ അബ്രഹാം തൻ്റെ സഹോദരപുത്രൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നത് വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാഹാമിനെ അറിയിച്ചു. അവൻ എസ്കോലിൻ്റെയും ആനേരിൻ്റെയും സഹോദരനായി അമോര്യനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു. സോദോം ഗൊമോറയിൽ നിന്നുള്ള തങ്ങളുടെ ബന്ധികളുമായി ആ സ്ഥലം വിട്ട് കിഴക്കിൻ്റെ രാജാക്കന്മാർ പോകുമ്പോൾ അവർ ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്ത് കൂടിയാണ് യാത്ര ചെയ്തത്. അത് ഹെബ്രോനിൽ നിന്നും മമ്രയിൽ നിന്നും അധികം ദൂരത്തല്ലായിരുന്നു. അബ്രാം പാർത്തിരുന്നത് ആ പ്രദേശത്തായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും നോക്കിയാൽ ചാവുകടലിൻ്റെ അടുത്തേക്കുള്ള നീക്കങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. അതുകൊണ്ട് അബ്രാമിൻ്റെ അടുത്ത് ലോത്ത് ബന്ദിയാക്കപ്പെട്ട വിവരമെത്തിയപ്പോൾ അവൻ ഉടനെ തന്നെ ശത്രുവിനെ പിന്തുടരുവാൻ തുടങ്ങി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. അബ്രാമിന് തന്നോട് സഖ്യത ചെയ്ത തദ്ദേശവാസികളായ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. ശത്രുവിനെ നേരിടുവാൻ അവർ എല്ലാവരും ഒന്നിച്ചു പോരാടി എന്ന് കാണുന്നു. 14-ാം വാക്യത്തിൽ, തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഇത്തരം പ്രസ്താവനകളാണ് അബ്രഹാമിൻ്റെ സമ്പത്തിൻ്റെയും ആൾബലത്തിൻ്റെയും വലിപ്പത്തെക്കുറിച്ച് നമുക്ക് സൂചന നൽകുന്നത്. അബ്രഹാമിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദാസന്മാരുടെ ഏകദേശ കണക്കും പ്രകൃതിയും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അവൻ്റെ വീട്ടിൽ മാത്രം 318 പേരെ പരിശീലിപ്പിച്ച് നിർത്തിയിരുന്നു. അഭ്യാസികളായ ഇത്രയും പേർ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കായി എത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നു എന്നോർക്കണം. അബ്രഹാം കന്നുകാലികളെയും ആടുകളെയും വളർത്തുന്ന വലിയൊരു തൊഴിൽ ചെയ്തിരുന്നു എന്ന് തനിക്കൊപ്പമുള്ള ഈ ആൾബലത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയും. ഇത് വിശദമായി പരിശോധിക്കാം. 15-ാം വാക്യത്തിൽ കാണുന്നത്, രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മേശെക്കിൻ്റെ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അബ്രാം ഈ പുരുഷന്മാരെ വടക്കേ അറ്റത്തുള്ള ദമ്മേശെക്ക് വരെ പിന്തുടർന്നു. അത് നല്ല ദൂരം തന്നെയായിരുന്നു. വാസ്തവത്തിൽ അബ്രാം തൻ്റെ ദാസന്മാരെ കൂട്ടങ്ങളായി വിഭജിക്കുകയാണ് ചെയ്തത്. ഒരു കൂട്ടം മുമ്പിൽ നിന്നും മറ്റേ കൂട്ടം പിമ്പിൽ നിന്നും ആയിരിക്കും ആക്രമിച്ചത്. ഫലമോ അബ്രഹാമിന് വിജയിക്കുവാൻ സാധിച്ചു. അങ്ങനെ അവർ മരുഭൂമിയിൽ കൂടി ഓടിപ്പോയി. അവർ ഓടിപ്പോയപ്പോൾ അബ്രാമും സേനയും ലോത്തിനെയും മറ്റ് ബന്ധികളെയും സ്വതന്ത്രരാക്കി. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ സമ്പത്തൊക്കെയും മടക്കിക്കൊണ്ടുവന്നു.
തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവർ സ്ത്രീകളെയും മറ്റുള്ളവരെയും അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവരെ ഒന്നടങ്കം വിടുവിച്ചത് വഴി അബ്രാം ചെയ്തത് അതിമഹത്തായ ഒരു കാര്യമായിരുന്നു. തൻ്റെ സഹോദരപുത്രൻ കാരണമാണ് അവൻ അങ്ങനെ ചെയ്തത്. ആ ഒരൊറ്റ കാരണത്താലാണ് ഇതെല്ലാം ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ മറ്റൊരു വശം മനസ്സിലാക്കുവാൻ ഈ വിവരണം നമ്മെ സഹായിക്കുന്നു. അതായത് അബ്രഹാം സമ്പന്നനായ ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല, ആൾബലവും ആയുധബലവും ഉള്ള ശക്തിയും സ്വാധീനവുമുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. ഒരുപക്ഷെ പഴയ ഒരു നാട്ടുരാജാവിനെ പോലെ ഒരാളായിരുന്നിരിക്കും. എന്നാൽ അവയെല്ലാം ദൈവദാനമാണെന്ന ചിന്ത അബ്രഹാമിനുണ്ടായിരുന്നു എന്ന് കണക്കാക്കാം. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ കേദോർ ലയോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേ താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. സൊദോം രാജാവ് ഇപ്പോൾ അബ്രഹാമിനെ എതിരേൽക്കുവാൻ കടന്നു വരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. എന്നാൽ വേറൊരാൾ കൂടി അബ്രഹാമിനെ എതിരേറ്റ് വരുന്നുണ്ട്. ഈ ആളിൻ്റെ വരവ് ഇവിടെ വളരെ പ്രസക്തമാണ്. കാരണം സൊദോം രാജാവ് അബ്രഹാമിൻ്റെ മുമ്പാകെ ഒരു വലിയ പരീക്ഷ കൊണ്ടുവരുവാൻ പോവുകയാണ്. അതെന്താണെന്ന് നോക്കിയാട്ട് 18-ാം വാക്യത്തിൽ, ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഇവിടെ നമുക്ക് സ്വാഭാവികമായ ചില സംശയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒന്നാമതായി, ഈ മൽക്കിസദേക്ക് യഥാർത്ഥത്തിൽ ആരാണ്? എവിടെ നിന്നുമാണ് വന്നിരിക്കുന്നത്? പെട്ടെന്ന് അപ്പവും വീഞ്ഞുമായി കടന്നു വന്ന് അബ്രാമിനെ അനുഗ്രഹിച്ചിട്ട് അവൻ തിരുവചനത്തിൻ്റെ താളുകളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു. അവൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട്. അവൻ എവിടേക്ക് പോകുന്നുവെന്നും ആശ്ചര്യപ്പെടാറുണ്ട്. അവൻ്റെ പണി എന്താണെന്നുള്ള കാര്യത്തിൽ അത്ഭുതപ്പെടുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയും? ഗൗരവത്തോടെ ഈ ഭാഗം പഠിക്കുന്ന നിങ്ങളെയും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കാം. അവൻ ശാലേമിൻ്റെ രാജാവാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ കൂടിയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും വേറൊരു സംശയം പൊന്തി വരും. എങ്ങനെയാണ് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് ഈ മൽക്കിസദേക്ക് അറിഞ്ഞത്? എൽ എലോഹീം ആകുന്നു അത്യുന്നതനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ജീവനുള്ള ദൈവം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ദൈവം, നോഹയുടെ ദൈവം, ഹാനോക്കിൻ്റെ ദൈവം. അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ ഒരു ജാതിക്കാരുടെയോ ദൈവമല്ല. ഇത് മർമ്മപ്രധാനമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ബഹുദൈവ വിശ്വാസം വരുന്നതിന് മുമ്പ് തന്നെ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതാണ് ആ സത്യം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സകല മനുഷ്യർക്കും ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവും ബോധവും ഉണ്ടായിരുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. പൗലോസ് അവിടെ തന്നെ തുടർന്ന് പറയുന്നത്, സൃഷ്ടാവിനേക്കാൾ ഉപരി സൃഷ്ടിയെ ആരാധിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് മനുഷ്യർ താണുപോയി എന്നത്രേ. എന്നിട്ടും അബ്രാമിൻ്റെ കാലത്തെ ആ മനുഷ്യൻ അന്നത്തെ അറിയപ്പെട്ട ലോകത്തിൻ്റെ മഹാപുരോഹിതനായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ ജീവനുള്ള സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നവനാണ്. അവൻ ജീവനുള്ള സത്യദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അപ്പവും വീഞ്ഞുമായി അബ്രാമിനെ എതിരേറ്റു വരുന്നു. തിരുവത്താഴത്തിൻ്റെ പദാർത്ഥങ്ങൾ അത്ര ഈ പറഞ്ഞ അപ്പവും വീഞ്ഞും അല്ലേ? അവൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. മൽക്കിസദേക്കിന് ഇതൊക്കെ എത്രമാത്രം അറിയാമായിരുന്നു എന്നെനിക്കറിയില്ല. എന്നാൽ ഇത് ശക്തമായൊരു ആത്മീയ രഹസ്യത്തിൻ്റെ സൂചനയാണ്. തിരുവചനത്തിൽ മൽക്കിസദേക്കിനെക്കുറിച്ച് 3 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ ഭാഗം കൂടാതെ 110-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിലാണ് അടുത്തത്.
ഈ ഭാഗം യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഒടുവിലായി എബ്രായ ലേഖനത്തിലും നമ്മൾ മൽക്കിസദേക്കിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം വായിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. മൽക്കിസദേക്കിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് ഒന്നും പറയാതിരുന്നത് എന്ന്. അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതും കുടുംബങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് പറയാതിരുന്നത് ആശ്ചര്യമാണ്. ഏതൊരു സമയത്തെയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് വംശാവലിയിൽ സൂചിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്നാരുടെയും മകനാണ്, അല്ലെങ്കിൽ ഇന്നാരുടെയും മകളാണ് എന്ന ശൈലി പൊതുവേ ബൈബിളിൽ നമുക്ക് കാണാം. എന്നാൽ മൽക്കിസദേക്കിൻ്റെ വംശാവലി നമുക്ക് നൽകിയിട്ടില്ല. മൽക്കിസദേക്കിൻ്റെ പിതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ മാതാവിനെക്കുറിച്ച്, അവൻ്റെ ആരംഭത്തെക്കുറിച്ച്, അവൻ്റെ അവസാനത്തെക്കുറിച്ച് പറയുന്ന രേഖകളൊന്നും നമുക്കില്ല. എന്നാൽ പുതിയ നിയമ എഴുത്തുകാർ എങ്ങനെയാണ് ഈ സംഭവത്തെ കണ്ടതും വ്യാഖ്യാനിച്ചതും എന്നത് വിസ്മയകരമാണ്. കാരണം അത് ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവിന് ശേഷം പഴയ നിയമ തിരുവെഴുത്തുകളെ നോക്കിക്കാണുന്ന അനുഭവമാണല്ലോ. എബ്രായ ലേഖനത്തിൽ അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല, അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു എന്ന് 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു. കാൽവറിയിലെ ക്രൂശിൽ തന്നെ യാഗമായി അർപ്പിച്ചതിലൂടെ ക്രിസ്തു ചെയ്തത് തൻ്റെ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനം ഉറപ്പാക്കുകയായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ അതിവിശുദ്ധ സ്ഥലം സ്വർഗമാകുന്നു. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാകുന്നു. തൻ്റെ ആളത്വത്തിൽ നമ്മുടെ കർത്താവിന് ആരംഭമോ അവസാനമോ ഇല്ല. അങ്ങനെ അവൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാകുന്നു. രാജാവെന്ന നിലയിൽ ക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെയും പുത്രനാണ് എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് കൂടി ദാർശനികമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ കണ്ടു എന്നാണ്. സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൻ ആരംഭമോ അവസാനമോ ഇല്ല. അവൻ നിത്യനായ ദൈവമാകും. അവിടുന്ന് സ്വർഗമഹിമയിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു, വചനം ജഡമായി തീർന്നു, നാം അവൻ്റെ തേജസ് കണ്ടു. മൽക്കിസദേക്കിൽ ക്രിസ്തുവിൻ്റെ അതിമഹത്തായ ഒരു ചിത്രം നമുക്ക് കാണാം. മൽക്കിസദേക്ക് അബ്രഹാമിൻ്റെ അടുക്കൽ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് മൽക്കിസദേക്ക് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോൾ അറിയാം. അതിന് കാരണം തിരുവചനം പറയുന്നുണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ. ക്രിസ്തുവിൻ്റെ മരണത്തെയാകുന്നു മൽക്കിസദേക്ക് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവൻ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായി നാം കാണുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആ സമയത്തെ ലോകത്തിലെ മഹാപുരോഹിതനായിരുന്നു ഈ വ്യക്തി എന്നോർക്കണം. ലോകത്തിൻ്റെ ഇന്നത്തെ വലിയ മഹാപുരോഹിതനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളവനാണ്, അല്ലാതെ അഹരോൻ്റെ ക്രമപ്രകാരമുള്ളവനല്ല. അഹരോൻ ഇസ്രായേലിനും വിശേഷാൽ സമാഗമന കൂടാരത്തിനും മാത്രമായിട്ടുള്ളവനായിരുന്നു. തൻ്റെ ആളത്വത്തിൽ ക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളവനാണ്. 20-ാം വാക്യത്തിലേക്ക് നാം വരുന്നു. 14-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിൻ്റെ ശത്രുക്കളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇവിടെ ഇതാ ആരംഭത്തിൽ തന്നെ അബ്രഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുന്നു. ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചും ആർക്കാണത് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചും മോശയുടെ കാലത്താണ് കൃത്യമായ നിർദ്ദേശങ്ങൾ ദൈവം നൽകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് അബ്രഹാമിന്
എങ്ങനെയാണ് അറിവ് കിട്ടിയത്? അവൻ ഇത് സംബന്ധിച്ച് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് കിട്ടിയിരിക്കണം എന്നത് വ്യക്തമാണ്. മറ്റ് പല കാര്യങ്ങൾക്കും ലഭിച്ചതുപോലെ ഇക്കാര്യത്തിലും ഒരു വെളിപ്പാട് അബ്രാമിന് ലഭിച്ചിരിക്കണം. 21-ാം വാക്യത്തിൽ നാം കാണുന്നു, സോദോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഇതാകുന്നു നേരത്തെ ഞാൻ പറഞ്ഞ സോദോം രാജാവിൻ്റെ പരീക്ഷ. ആ കാലങ്ങളിലെ നിയമമനുസരിച്ച് അബ്രാമിന് കൊള്ളയും ആളുകളെയും ലഭിക്കുവാനുള്ള പൂർണ്ണ അവകാശമുണ്ടായിരുന്നു. എന്നാൽ സോദോം രാജാവ് കൗശലക്കാരനായിരുന്നു. അവൻ പറഞ്ഞത് ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്നത്രേ. ഇത് അബ്രഹാമിനൊരു പരീക്ഷയാകുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ ഈ സംഭവത്തിന് ശേഷം ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞെന്നിരിക്കട്ടെ, അബ്രഹാം വാസ്തവത്തിൽ സമ്പന്നനാണ്, ദൈവം അവനെ അനുഗ്രഹിച്ചതാകുന്നു എന്ന്. ഇത് കേട്ടാൽ സോദോം രാജാവ് അത് പുച്ഛിച്ച് തള്ളിയേനെ. അവനൊരു പക്ഷേ ഇങ്ങനെ പറഞ്ഞേനെ, വെറുതെ ഇരി, ദൈവമല്ല, ഞാനാണ് അവനെ സമ്പന്നനാക്കിയത്. അബ്രഹാമിന് അതറിയാനുള്ള ഉൾക്കാഴ്ച ദൈവം നൽകി. അവൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാലും 22ഉം 23ഉം വാക്യങ്ങളിൽ അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അബ്രഹാം ഇപ്പോഴും മൽക്കിസദേക്കിൻ്റെ അനുഗ്രഹത്തിൻ്റെ സ്വാധീനത്തിലാണ്. അവൻ മൽക്കിസദേക്കിനെ കണ്ടുമുട്ടിയത് എത്ര നന്നായി. നമുക്ക് വരുന്നതായി ഏതൊരു പരീക്ഷയെ നേരിടുവാനും ദൈവം നമ്മെ പ്രത്യേകം തയ്യാറാക്കുന്നു എന്ന് നാം ഓർക്കണം. നമുക്ക് സഹിക്കുവാൻ കഴിയാത്തതായ യാതൊരു പരീക്ഷയും ദൈവം നമുക്ക് നൽകില്ല. ഈ പരീക്ഷ വരുന്നതിനു മുൻപേ അതിനായി ദൈവം അബ്രഹാമിനെ തയ്യാറാക്കി. എനിക്ക് തോന്നുന്നത് അബ്രഹാം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്ത് കാണുമെന്നാണ്. അവൻ പറഞ്ഞു കാണും, ദൈവമേ, ഞാൻ ഈ യുദ്ധത്തിനിറങ്ങുന്നത് കൊള്ളയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് സമ്പത്തുണ്ടാക്കണം എന്ന ചിന്തയല്ല, ലോത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അവനെ തിരികെ കൊണ്ടുവരണം, അത്രേ എനിക്കുള്ളൂ. അത് ചെയ്യുവാൻ ദൈവം അവനെ അനുവദിച്ചു. ഇപ്പോൾ അബ്രഹാം ഇത് സോദോം രാജാവിനോടൊരു സാക്ഷ്യമായി പറയുന്നു. അബ്രഹാം പറഞ്ഞു കാണും, ഞാൻ ജീവനുള്ള സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഞാൻ ഒന്നും എടുത്തുകൊണ്ട് പോരില്ല എന്ന് ഞാൻ ദൈവത്തോട് സത്യം ചെയ്തിട്ടുണ്ട്. നിനക്കെന്നെ സമ്പന്നനാക്കുവാൻ സാധ്യമല്ല. ഒരു ചരടാകട്ടെ ചെരുപ്പിൻ്റെ വാറാകട്ടെ എനിക്ക് നൽകുവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. കാരണം അത്രയെങ്കിലും നീ എനിക്ക് തന്നാൽ നീ ഓടി നടന്ന് പറയും, നീയാണ് എന്നെ സമ്പന്നനാക്കിയത് എന്ന്. ഞാൻ ധനവാനാകണമെങ്കിൽ ദൈവം അത്രേ അത് ചെയ്യേണ്ടത്. ഇന്ന് പരീക്ഷകളെ തിരിച്ചറിയാൻ സാധിക്കാതെ പലതിനെയും അനുഗ്രഹമായി തെറ്റിദ്ധരിക്കുന്ന സാഹചര്യത്തിൽ അബ്രഹാം വലിയൊരു വെല്ലുവിളി നമ്മുടെ മുൻപിൽ ഉയർത്തുകയാണ്. അബ്രഹാമിന് പരീക്ഷയെയും അനുഗ്രഹത്തെയും വിവേചിച്ചറിയുവാൻ കഴിഞ്ഞത് ദൈവത്തോടുള്ള ആശ്രയത്തിലും ബന്ധത്തിലുമാണെന്ന് വ്യക്തമാണ്. 24-ാം വാക്യത്തിൽ നാം കാണുന്നു, ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോട് കൂടെ വന്ന ആനേർ, എഷ്കോൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ, ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. എന്നാൽ അബ്രഹാം മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ കൊള്ളയുടെ പങ്ക് മറ്റുള്ള പുരുഷന്മാർക്ക് അവകാശപ്പെട്ടതാണ്, എന്നാൽ ഞാനൊന്നും എടുക്കുന്നില്ല. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാർ ഭക്ഷിച്ചത് നിന്നെ സേവിച്ചതിനും നിന്നെ രക്ഷിച്ചതിനുമുള്ള അവരുടെ കൂലി അത്രേ. എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും തരുവാൻ നിന്നെക്കൊണ്ട് കഴിയില്ല. എത്ര മഹത്തായ ഒരു മാതൃകയാണ് അബ്രഹാം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ സമ്പന്നരാകുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതോ കുറുക്കു വഴികളിലൂടെയും ദൈവഹിതത്തിന് വിരുദ്ധമായ മാർഗത്തിലൂടെയും സമ്പത്ത് ഉണ്ടാക്കുവാനാണോ? ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ മാത്രം മതിയെന്ന് വെക്കുകയും ചെയ്യുന്നത് എത്രയോ മനോഹരമായ കാര്യമാണ്. അത് ജീവിതത്തിലെ അനുഗ്രഹമായി കാണുക. അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.
വേദപഠിതാക്കളിൽ ആശ്ചര്യമുളവാക്കിക്കൊണ്ട് ദൈവപുത്രന് തുല്യനായ മൽക്കീസദേക്കിൻ്റെ രംഗപ്രവേശനമാണ് ഈ അധ്യായത്തെ സമൃദ്ധമായ ജീവനുള്ളതാക്കി തീർക്കുന്നത്. ലോത്തിൻ്റെ സോതോം തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സോതോമിൻ്റെ സമ്പത്തുകൾ പ്രാപിക്കുവാനുള്ള ഒരു അവസരമാണ് അബ്രഹാമിൻ്റെ മുമ്പിൽ തെളിയുന്നത്. എന്നാൽ സോതോം രാജാവിൻ്റെ വാഗ്ദാനം നിരസിക്ക വഴി വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള അബ്രഹാമിൻ്റെ തീരുമാനം പുതുക്കപ്പെടുന്നത് ക്രിസ്തുവിശ്വാസികൾക്ക് ഉത്തേജനം പകരുന്ന സംഭവമാകുന്നു.